പിന്നെ ഇവിടെ ശരിക്കും അടുത്ത ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്ന് ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വരുന്ന രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ, ഇനി മരണക്കിടക്കയിൽ ആൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രയാസം പറയുന്നത്. അതൊക്കെ അടുത്ത ജീവിതത്തിൽ അയാൾക്ക് അയാളുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ കാരണമാകുന്ന ഒരു വിഷയമാണ്. അയാൾ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു കിട്ടും. അങ്ങനെ വിശുദ്ധനായി ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകുവാനുള്ള ചില പ്രൊസീജിയറുകൾ മാത്രമാണെന്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ മനസ്സിൽ വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കുക എന്നത് അയാൾക്ക് അടുത്ത ജീവിതത്തിലേക്കുള്ള ഒരു വലിയ പ്രതീക്ഷയുടെ ഒരു കവാടമായിട്ടാണ് അയാൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അപ്പോൾ ഒരു പ്രയാസവും തീവില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലോ രോഗം കൊണ്ട് കഷ്ടപ്പെടുമ്പോഴോ ഉണ്ടാവുകയില്ല എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ മാത്രമല്ല, ഇത് നോക്കുന്ന ആളുകളാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അവരാണ് ഇപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, ഇവർക്ക് ലീവ് എടുക്കാൻ കഴിയില്ല, അവർക്ക് പിന്നെ മാതാപിതാക്കളെ പരിചരിക്കാൻ സമയമില്ല, അപ്പോൾ അതുകൊണ്ട് വേഗം എന്ത് ചെയ്യുക, കാശിക്കളയെന്നുള്ള രൂപത്തിലേക്കാണ് ഇത് കാര്യങ്ങളൊക്കെ പോകണം, വലിയ ബുദ്ധി പറഞ്ഞുകൊണ്ട് പോകുന്നതാണ്. പക്ഷെ ഇസ്ലാമികമായിട്ട് എന്താ വെച്ചാൽ ഈ രോഗികളെ പരിചരിക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്. മാതാവിൻ്റെ പിന്നെ കാൽപാദത്തിന് ചുവട്ടിലാണ് സ്വർഗം എന്നിവരെ പറഞ്ഞു തന്നുകൊണ്ട് വെച്ചാൽ, അതായത് യുദ്ധക്കളത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പോകുമ്പോൾ ഒരു സഹാബി പറയണം, എൻ്റെ മാതാപിതാക്കൾ പ്രായാധിക്യമായ അവസ്ഥയിലാണ്, ഞാൻ എന്ത് ചെയ്യണം, യുദ്ധക്കളത്തിലേക്ക് വരണോ, ഞാൻ അങ്ങോട്ട് പോകണം. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിൻ്റെ ജിഹാദ് അവിടെയാണ്. എന്താ ജിഹാദ്? അവിടെ മാതാപിതാക്കളെ പരിചരിക്കുക എന്നുള്ളതാണ് നീ ചെയ്യേണ്ടത്, നീ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ അതിന് അത്ര വലിയ ഇപ്പോൾ ജിഹാദ് എന്നുള്ള വാക്ക് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പിന്നെ തോക്കും പീരങ്കി ഉപയോഗിച്ചുള്ള പരിപാടിയല്ലല്ലോ, മറിച്ച് അവരെ സഹിച്ച് ക്ഷമിച്ച് അവർക്ക് മരുന്ന് കൊടുത്ത് അവരെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് അങ്ങനെ അവരെ സഹനത്തോടു കൂടി സ്നേഹത്തോടു കൂടി പരിചരിക്കുന്നത് വളരെ വലിയ പ്രതിഫലാർഹമായ കാര്യം. അപ്പോൾ നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രതിഫലാർഹമായ കാര്യമാണ്. ഇത് അനുഭവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതിലൂടെ ഞാൻ എന്ത് ചെയ്യും, എന്തെങ്കിലും കുറ്റങ്ങൾ എൻ്റെ അടുത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴുകി വൃത്തിയായി നാളെ സ്വർഗത്തിലേക്ക് പോകാൻ പാകത്തിൽ ഞാൻ ഒരുങ്ങുകയാണ് എന്നൊരു വിശ്വാസമാണ് എന്ത് ചെയ്യുക യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾക്ക് ഉണ്ടാവുക.